ടാറ്റാ. അച്ഛാ അച്ഛാ ടാറ്റാ ടാറ്റാ. ഉമ്മ ബൈ. ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് അച്ഛനമ്മയും കാണാൻ വീട്ടിൽ വന്നതാണ് കേട്ടോ. പോകാൻ ഇറങ്ങിയപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് കോടിക്കോണം ജഗന്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു മേള നടപ്പുണ്ടെന്ന്. പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല, ശ്രീകുട്ടിയും കൂട്ടി അച്ഛനെയും കൂട്ടി അങ്ങോട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. അച്ഛൻ എന്തായാലും മേളയ്ക്ക് കയറില്ലെന്ന് നേരത്തെ പറഞ്ഞു കേട്ടോ. എനിക്ക് എന്തായിരുന്നാലും വീട്ടിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേരെയും കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോപ്പാവും എൻ്റെ അമ്മ. അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ പോകുന്നതിൽ. അമ്മയ്ക്ക് ഒരു ടാറ്റയും പറഞ്ഞ് ഫ്ലൈയിങ് കിസും കൊടുത്ത് അമ്മാമ്മയ്ക്കും ടാറ്റ പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ കൂടെ ടാറ്റ പോണു. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ വണ്ടിയിരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണേ. പുറത്തായിരുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ നാട്ടിൽ വരുവേ. സ്കൂൾ വണ്ടിയിൽ പോകാണ്ടിരിക്കാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അച്ഛൻ്റെ കൂടെ സെപ്പറേറ്റ് വണ്ടിയിൽ പോകും ഞാനും എൻ്റെ അനിയത്തിയും കൂടെ. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ നെക്സ്റ്റ് ഓർമ്മ വരുന്നു കേട്ടോ. എന്തായാലും കുട്ടിക്കാലത്തേക്ക് ഇനിയൊരു തിരിച്ചു പോക്കില്ല അല്ലേ. ഞാൻ അച്ഛൻ ഞങ്ങളെ റോഡിലാക്കി തന്നിട്ടുണ്ട്. പതിവ് ചോദ്യം അച്ഛൻ മറന്നില്ല, എന്തേലും കഴിക്കാൻ വേണോ നിനക്ക്? വേണ്ട പറഞ്ഞ് അച്ഛനെങ്കിൽ വിട്ടേട്ടോ. നിന്റെ തെണ്ടി പിള്ളേരെ പോലെ ഞാനും എൻ്റെ ശ്രീകുട്ടികളുടെ റോഡ് നീളെ നടക്കുവാണേ. ഓരോ കാര്യങ്ങൾ അവള് പറയുന്നുണ്ട് കേട്ടോ. പൊട്ടത്തരാണെങ്കിലും കേട്ടാൽ ഞാനങ്ങ് ചിരിച്ചു കൊടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ എനിക്ക് പറ്റിയ ബെസ്റ്റ് കോമ്പോ ഇവളും തങ്കളനും ആണ് കേട്ടോ. ഹായ്, അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ദൂരെന്ന് വരുമ്പോഴേ വെണ്ടക്കാശ്വരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതെടുത്താലും 180 രൂപ. ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, വല്ലാണ്ടൊരു വിരിയിരിപ്പാണ്. ഉള്ളിൽ എന്തൊക്കെയാണ് എന്നറിയാനൊരു ത്വര. ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിൽ 2 സാധനങ്ങൾ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അത് കിട്ടിയില്ലെങ്കിൽ നിരാശയായി പോവും. എൻ്റെ കണ്ണ് വീട്ടു സാധനങ്ങളും പാത്രങ്ങളിലും പോയപ്പം ശ്രീകുട്ടിയുടെ കണ്ണ് പോയത് ഡ്രസ് സെക്ഷനിലോട്ടാണ് കേട്ടോ. വീട്ടിലേക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കി പറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. എൻ്റെ റൂമിലെ മേശയ്ക്ക് ഭയങ്കരമായിട്ട് വൃത്തിഹീനമായി കിടക്കുകയാണ്. അതെല്ലാം ഒതുക്കി പറക്കി വെക്കാൻ ഒരു സാധനം വേണമെന്ന് കുറേ നാളോട് ഞാൻ മീഷോയിലൊക്കെ തപ്പിയായിരുന്നേ. ഇതേപോലുള്ള ഒരു സാധനം മീഷോയിൽ 235 സംഭവം എത്രയായിരുന്നു കിടന്നിരുന്നത്. ഇവിടെ എന്തായിരുന്നാലും 150 കിട്ടുമല്ലോ. പിന്നെ ഞാനൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തായിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാനുള്ള എൻ്റെ വ്യഗ്രതയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്തതും അറിഞ്ഞൂടാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോകുന്നവർ ഒരുപാട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കി പോകണ്ട, ചെറിയ രീതിയിൽ ക്വാളിറ്റി കുറവൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളിൽ പോലും ഒരുപാട് നല്ല രീതിയിൽ പൊടി അടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആർക്കും വേണ്ടാത്ത എവിടെയോ കിടന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് ശ്രീകുട്ടി പോയി അവൾക്ക് വേണ്ട ഏതൊക്കെയോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രസ് സെക്ഷൻ ഞാൻ നോക്കിയായിരുന്നു, വലിയ കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഇതിനിടയ്ക്ക് ഞാൻ 1-2 പില്ലോ കവർ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ നോക്കണ്ട ചേച്ചി, പൈസ തീരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും കൊണ്ടിങ്ങ് പോകുന്നു കേട്ടോ. തൂക്കിപ്പറക്കി ബസ്സിൽ പോകാൻ പാടായതുകൊണ്ട് ഞാൻ യൂബർ അങ്ങ് വിളിച്ചേ. 3 മിനിറ്റ്സ് ഓട്ടോയും എത്തുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ചേട്ടൻ എത്തുകയും ചെയ്തു, നമ്മളതിൽ കയറുകയും ചെയ്തു. കയറുന്നതിന് മുന്നേ കോഡ് പറയണമല്ലോ, പറഞ്ഞു കയറി. ഇപ്പോൾ വീട്ടിലെ വണ്ടിയെല്ലാം ഉള്ളത് കൊണ്ട് ഇതുപോലെ ഓട്ടോയിലൊക്കെ പോകുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. എന്തായിരുന്നാലും വളരെ എൻജോയബിൾ ആയിട്ട് സന്തോഷത്തോടെ സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ ഓട്ടോയിൽ പോയി അവസാനം നമ്മൾ എത്തേണ്ടടുത്ത് തന്നെ എത്തി. എവിടുന്ന് കയറിയോ അവിടെ തന്നെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഒരുപാട് വാങ്ങിക്കൂട്ടാൻ പറ്റിയില്ലെങ്കിലും വാങ്ങാൻ പറ്റിയ സന്തോഷം എനിക്കുണ്ട്. വീട്ടിൽ വന്ന് ഇങ്ങനെ ആദ്യം നോക്കിയത് ചേട്ടനുണ്ടോ എന്നാണേ. ഇല്ലെന്നറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. അതെന്തിനാണ് ഉള്ളതെന്നുള്ളത് അത് വഴിയേ ഞാൻ പറഞ്ഞുതരാവേ. ഇവിടെ ഒരു തലാണെങ്കിൽ തിന്നാൻ വേണ്ടി മാത്രം നടന്നോളൂ. അതാണ് അവനാണെങ്കിൽ